ഹായ് ഫ്രണ്ട്സ്, അപ്പൊ നമ്മളുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടാവും ഞങ്ങൾ എങ്ങോട്ടായി ഒരുങ്ങി കെട്ടി നിൽക്കുന്നതെന്നല്ലേ. ഞങ്ങൾക്ക് ഇന്ന് ഇതുട്ടിന്റെ ഒരു ഇവിടുന്ന് ഒരു അടുത്ത സ്കൂളിൽ നിന്ന് ഇന്റർവ്യൂവിന് വിളിച്ചിട്ടുണ്ട്. അപ്പൊ അതിന് വേണ്ടിയിട്ട് പോവാൻ നിൽക്കുകയാണ് കേട്ടോ. അപ്പം ഇവിടുത്തെ ഒരു പ്രൊസീജിയർ അങ്ങനെയാണ്. നമ്മൾ ആദ്യം മെയിൽ ഇട്ടുകൊണ്ടിരിക്കണം അഡ്മിഷന് വേണ്ടിയിട്ട്. അപ്പൊ നമ്മളിപ്പോ 17 മെയിൽ ഇട്ടു കേട്ടോ. അപ്പോഴാണ് നമുക്ക് ഇന്റർവ്യൂ കോൾ വന്നത്. അപ്പൊ ഇപ്പൊ സ്കൂൾ തുറക്കാൻ വെറും 2 ആഴ്ചയെ സമയമുള്ളൂ. അപ്പൊ ഞങ്ങൾ ടെൻഷൻ ആയിട്ട് ഇവിടെ അടുത്തൊരു സ്കൂളിൽ ഓൾറെഡി അഡ്മിഷൻ എടുത്തിരുന്നു. പക്ഷെ ഇത് കുറച്ചും കൂടി ബെറ്റർ സ്കൂൾ ആയതുകൊണ്ട് തന്നെ നമ്മൾ അപ്പോഴേ ട്രൈ ചെയ്തോണ്ടിരുന്നായിരുന്നു. അങ്ങനെ 17 മെയിൽ ഇട്ടതിന് ശേഷമാണ് നമുക്കിപ്പം അവര് തിരിച്ച് റിപ്ലൈ തന്നിട്ടുള്ളത്. അപ്പൊ ഇന്ന് ഇന്റർവ്യൂ ആണ്. അപ്പൊ ആദ്യം പോയിട്ട് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യണം. എന്നിട്ട് സെലക്ടഡ് ആയ അവർ വീണ്ടും മെസ്സേജ് അയക്കും. അപ്പൊ നമ്മൾ ബാക്കി പ്രൊസീജിയർ അഡ്മിഷൻ കാര്യങ്ങളൊക്കെ എടുക്കുക വേണ്ട കേട്ടോ. അപ്പൊ നമുക്ക് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പോകുമ്പോൾ നമുക്ക് അവര് മെയിൽ ചെയ്തിട്ട് ഇങ്ങനത്തെ ഒരു 5-6 ഷീറ്റ് നമുക്ക് കുട്ടിയുടെ ഒരു സ്കിൽസ് ഒക്കെ എങ്ങനെ ഉണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട് അവര് ഒരു ഇതയക്കും. അപ്പോൾ ഒരു PDF അയക്കും. അപ്പൊ അത് നമ്മൾ ഫില്ല് ചെയ്തിട്ട് വേണം പോവാൻ കേട്ടോ. അപ്പൊ ഇതില് കാര്യമായിട്ടൊന്നുമില്ല. ഇതിലിപ്പം കുട്ടിയുടെ ഓരോ സ്കിൽസ് ആണ് ചോദിക്കുന്നത്. അതായത് വിഷ്വൽ സ്കില്ല്, ഫൈൻ മോട്ടോർ സ്കില്ല്, അതേപോലെ ഇമോഷണൽ സ്കില്ല്, അങ്ങനത്തെ പിന്നെ ലാംഗ്വേജ് സ്കില്ല്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഇതിലുള്ളത്. അപ്പം ഇത് നോക്കിയിട്ടായിരിക്കും ചിലപ്പം അവർക്ക് ഇന്റർവ്യൂ ഉണ്ടാവുക. പിന്നെ കുറച്ച് അല്ലാത്ത കോമൺ ക്വസ്റ്റ്യൻസ് ഉണ്ടാവുമല്ലോ, അങ്ങനത്തെ കാര്യങ്ങളുണ്ടാവും. അപ്പൊ നമ്മളെടുത്തുനിന്ന് അവരെ പിക്ക് ചെയ്ത് കൊണ്ടുപോകുക കേട്ടോ ചെയ്യാൻ. നമുക്ക് ഇന്റർവ്യൂ ഹാളിലേക്കൊന്നും പ്രവേശിക്കാനൊന്നും പറ്റില്ല. അപ്പൊ നമ്മളിത് കാണിച്ചു തരാം നിങ്ങൾക്ക്. ഇതാണ് ഒരു പേപ്പർ. ഇതിലിങ്ങനെ ഓരോന്നും ഫില്ല് ചെയ്യാനുണ്ട്. ഓരോന്ന് എന്തൊക്കെയാ, അതായത് ഷോർട്ട് ഐറ്റംസ്, 6 വേർഡ്സ്, സെന്റൻസ് ഇൻ എനി ലാംഗ്വേജ്, വെർബലൈസ്ഡ് ഹൗ ദേ ഫീൽ, പിന്നെ ട്രാൻസിഷൻ സ്മൂത്ത്ലി ബിറ്റ്വീൻ ടാസ്ക്, അങ്ങനത്തെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. കോപ്പറേറ്റ് ചെയ്യുന്നുണ്ടോ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ്. പിന്നെ അവളുടെ പേരും അഡ്രസ്സും. പിന്നെ നമ്മൾ പോകുമ്പോൾ എംബ്രൈസ് ID വേണം, കുട്ടിയുടെ പാസ്പോർട്ട് വേണം, പാരന്റ്സിന്റെ 2 എംബ്രൈസ് ID, പാസ്പോർട്ട്, അങ്ങനത്തെ ഇവിടുത്തെ നമ്മളുടെ രേഖകളെല്ലാം കാര്യങ്ങളുണ്ടല്ലോ. അപ്പൊ അതെല്ലാം, വാക്സിനേഷൻ കാർഡ്, അത് നിർബന്ധമാണ്. അപ്പൊ അങ്ങനത്തെ ഡേറ്റാസ് ഒക്കെ കൊണ്ടുവേണം പോവാന്. അപ്പം ഇതിപ്പം ഓർഡർ ബൈ ഓർഡറേ അവര് വിളിക്കുള്ളൂ. ഇപ്പൊ 2 വീക്സ് ഉള്ളൂ. ഇനിയിപ്പം അഡ്മിഷൻ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ അടുത്തത് അഡ്മിഷന് വേണ്ടിയിട്ട് പോകണം. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ യൂണിഫോം പർച്ചേസിങ്ങിനും ബുക്ക് കളക്ട് ചെയ്യാനും അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ പോകണം. അത് കഴിഞ്ഞിട്ട് നമുക്ക് പിന്നെ ഒരു ദിവസം ട്രാൻസ്പോർട്ടേഷൻ ഇവരുടെ വേറെ തന്നെ ടീമാണ് സ്കൂളിൻ്റെത്. അപ്പൊ അവരായിട്ട്, അപ്പൊ അതായത് ഇവിടെ സ്കൂളിൽ നമ്മൾ ബസ് കയറ്റി വിടുമ്പോൾ, ബസ് കയറുമ്പോൾ നമുക്ക് മെസ്സേജ് വരും. സ്കൂളിൽ ബസ്സിൽ നിന്ന് ഇറങ്ങുമ്പോൾ അവിടെ മെസ്സേജ് വരും നമുക്ക്. പിന്നെ തിരിച്ചായാലും ഇവർക്ക് ഉച്ച വരെയാണ് കേട്ടോ അവിടെ ക്ലാസ്. അതായത് 7:15 മുതൽ 1:45 വരെയാണ് ക്ലാസ് ഉള്ളത്. 2 മണിയൊക്കെ ആകുമ്പോൾ വീട്ടിലെത്തും. അതെ, ഞങ്ങൾ ആദ്യം അഡ്മിഷൻ എടുത്ത സ്കൂളിൽ എങ്ങനെയാ വെച്ചാല് 7:45 മുതൽ 11:45 വരെയായിരുന്നു. അപ്പൊ ഉച്ചയാകുമ്പോഴേക്കും അവള് വീട്ടിലെത്തും. ഇതിപ്പം ഒരു 2 മണിയാവും വീട്ടിലെത്താൻ. 1:45 ക്ലാസ് അങ്ങനെയാണ്. അതെ, അപ്പൊ തിരിച്ചായാലും അവര് ബസ് കയറുമ്പോഴും ബസ്സിൽ നിന്ന് ഇറങ്ങുമ്പോഴും നമുക്ക് മെസ്സേജ് വരും. പിന്നെ ക്ലാസ്സിൽ എത്തിക്കഴിഞ്ഞാലും നമുക്ക് അതേപോലെ അവിടുന്ന് മെസ്സേജ് വരും. ഇതെല്ലാം പഞ്ചിങ് ആണ്, അതുകൊണ്ടാണ് നമുക്ക് ഓട്ടോമാറ്റിക് മെസ്സേജ് വരുന്നത് കേട്ടോ. അപ്പൊ അങ്ങനെയൊക്കെയാണ്. ഭയങ്കര സേഫ് ആണ് ഇവിടെ. നമുക്ക് ടെൻഷൻ ഇല്ല. ബസ്സിൽ കയറ്റി വിട്ടാൽ നമ്മൾ പിന്നെ നമുക്ക് സേഫ് ആണ്. ഇവള് ക്ലാസ്സിലെത്തി, ഒന്നിനും ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. കാരണം അവള് പഞ്ച് ചെയ്താൽ മാത്രമേ നമുക്ക് മെസ്സേജ് വരുള്ളൂ. അങ്ങനത്തെ ഒരു സിസ്റ്റം ആണ്. അപ്പം എന്തായാലും ഇന്ന് പോയി നോക്കട്ടെ. ഭയങ്കര പ്രതീക്ഷയോട് കൂടിയാണ് പോകുന്നത്. എന്താവും അറിയില്ല. ഈ വീഡിയോ ഞാൻ 3 ദിവസങ്ങളിലെ വീഡിയോസ് ജോയിൻ ചെയ്തിട്ടാണ് കേട്ടോ ഇടുന്നത്. അതായത് അഡ്മിഷന് പോകുന്നതും ഇന്റർവ്യൂവിന് പോകുന്നതും പിന്നെ ഫസ്റ്റ് ഡേ ഓഫ് സ്കൂളും, അങ്ങനെ 3 വീഡിയോസ് ജോയിൻ ചെയ്താണ്. അപ്പൊ നിങ്ങളും ഇവിടുത്തെ പ്രൊസീജിയർ ഒക്കെ കണ്ട് മനസ്സിലാക്കൂ. ഓക്കെ, അപ്പൊ ഞങ്ങൾ പോയിട്ട് വരാം കേട്ടോ. ബൈ പറഞ്ഞ ഇത്. അപ്പം നമുക്ക് ഇവിടുന്ന് ഒരു 10 മിനിറ്റ് ദൂരമേ ഉള്ളൂ കേട്ടോ സ്കൂളിലേക്ക്. അപ്പോൾ ജെംസ് അവറോൺ സ്കൂളിലാണ് നമുക്ക് ഇതൂട്ടിക്ക് അഡ്മിഷൻ വേണ്ടിയിട്ട് നമ്മൾ ഇൻ്റർവ്യൂവിന് വേണ്ടി പോകുന്നത് കേട്ടോ. അപ്പം നമ്മൾ രാവിലെ തന്നെ അവിടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ സ്കൂളിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അവിടെ കുട്ടികളെ തന്നെ പാർട്ടിസിപ്പേറ്റ് ചെയ്തുകൊണ്ട് ഓർഗാനിക് കൃഷികൾ ധാരാളമായിട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. കൂടുതലും വെജിറ്റബിൾസും പിന്നെ സ്ട്രോബെറി പോലത്തെ ചെറിയ ഫ്രൂട്ട്സുകൾ ചിലത് ചെയ്യുന്നുണ്ട്. കാര്യമായിട്ട് നല്ല ചീരയും ബാക്കി വെജിറ്റബിൾസും കാര്യങ്ങളൊക്കെ ആട്ടോ ചെയ്യുന്നത്. അതാണ് സ്കൂളിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. പിന്നെ KSDA അപ്രൂവൽ വെരി ഗുഡ് ഉള്ള സ്കൂളും കൂടിയാണ്. അപ്പം അതൊക്കെ ഏറ്റവും ബെറ്റർ സ്കൂള് ഞങ്ങളുടെ അടുത്ത് നമുക്ക് ഇതാണെന്ന് തോന്നിയതുകൊണ്ടാണ് കേട്ടോ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഇവിടെ തന്നെ ശ്രമിച്ചുകൊണ്ടിരുന്നത്. അപ്പം നമുക്ക് എല്ലാ സ്കൂളും പോലെ തന്നെ അവിടേക്ക് എൻട്രി ചെയ്യണമെങ്കിൽ വിസിറ്റേഴ്സ് പാസ് എടുക്കണം. അതായത് പുറത്തുള്ള ഒരാളെ നമുക്ക്
സ്കൂളിലേക്ക് കടത്തി വിടാൻ പറ്റില്ല. വിസിറ്റേഴ്സ് പാസ് എടുത്തെങ്കിൽ മാത്രമേ അവർ സെക്യൂരിറ്റി പെർമിറ്റ് ചെയ്യുള്ളൂ കേട്ടോ. പിന്നെ ഇൻ്റർവ്യൂ എല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മൾ അപ്ലിക്കേഷൻ ഫോം എല്ലാം ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ്. അവിടുന്ന് മാഡം പറഞ്ഞു നിങ്ങൾ വില്ലിങ് ആണെങ്കിൽ ഇന്ന് തന്നെ പേയ്മെൻറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് സീറ്റ് ഉറപ്പിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ നമ്മൾ ബാക്കി പ്രൊസീജിയറും ചെയ്യുകയാണ് കേട്ടോ. അപ്പം അവിടെ നിങ്ങൾ ഫോമെല്ലാം ഫില്ല് ചെയ്യുന്ന കാര്യങ്ങളാണ് കാണുന്നത്. അപ്പോൾ കാര്യമായിട്ട് ഫോമൊക്കെ ഫില്ല് ചെയ്യാനുള്ള എന്താ വെച്ചാൽ ഇതൂട്ടീൻ്റെ ഹിസ്റ്ററിയാണ്. അതായത് എന്തെങ്കിലും സിക്ക് ഉണ്ടായിരുന്നോ, അതുപോലെ അലർജിക് ഡിസീസ് എന്തെങ്കിലും ഉണ്ടോ, പിന്നെ അവളുടെ ഓരോ സ്കിൽസ് ഞാൻ നേരത്തെ കാണിച്ചില്ലേ അതേപോലത്തെ സ്കിൽസിൻ്റെ കാര്യങ്ങളും ലാംഗ്വേജ് അങ്ങനത്തെ അവളുടെ ബിഹേവിയറലായിട്ടുള്ള കാര്യങ്ങളെല്ലാം ഫില്ല് ചെയ്ത് കൊടുക്കാനുള്ളത്. അത് കഴിഞ്ഞ് നമ്മൾ ട്രാൻസ്പോർട്ട് സിസ്റ്റത്തിൻ്റെ STS എന്ന് പറഞ്ഞാൽ ട്രാൻസ്പോർട്ട് സിസ്റ്റമാണ് കേട്ടോ. അത് വേറെ തന്നെ ടീമാണ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ പേയ്മെൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്യുകയാണ്. ഇവർക്ക് സെപ്പറേറ്റ് തന്നെ ഒരു ഗ്യാങ് തന്നെയാണ് കേട്ടോ. അവർ വേറെ തന്നെയാണ്, സ്കൂളിൻ്റെ ഭാഗമല്ല, അവർ വേറെ തന്നെയാണ് ട്രാൻസ്പോർട്ടേഷൻ സിസ്റ്റം വരുന്നത്. പിന്നെ വരുന്ന വഴിക്ക് നമ്മൾ അവിടുന്ന് കുറച്ച് നല്ല ചീരയൊക്കെ മേടിച്ചു കേട്ടോ. നല്ല ഓർഗാനിക് അല്ലേ, അപ്പോൾ സാധാരണ കടയിൽ കിട്ടുന്നതിനേക്കാളും കുറച്ചും കൂടി റേറ്റ് കൂടുതലായിരിക്കും. എന്നാലും ഫ്രഷ് ആയിട്ട് ഓർഗാനിക് ആയിട്ടുള്ള വെജിറ്റബിൾ കഴിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് കുറച്ച് ചീര മേടിച്ചു. ഞങ്ങൾ വീട്ടിലേക്ക് പോകുന്നു കേട്ടോ. ഹലോ, അപ്പൊ ഞങ്ങള് തിരിച്ചെത്തി. അങ്ങനെ ജംസ് സവറോൺ ഇന്ത്യൻ സ്കൂളിന്റെ സന്തതിയായിരിക്കുന്നു. അതെ, ഇനി ബാക്കിയൊക്കെ കണ്ടറിയണം. ഞങ്ങള് പോയി അവിടെ എത്തി. അവിടുന്ന് അവര് പറഞ്ഞു ഇന്റർവ്യൂ സെക്ഷനിൽ കയറ്റാൻ പറഞ്ഞു. അങ്ങനെ അവര് സൂപ്പർവൈസർ KG സെക്ഷനിലെ സൂപ്പർവൈസറുടെ റൂമിലേക്ക് ഇവളെ കൊണ്ടുപോയി. നമുക്ക് ഉള്ളിൽ കയറാൻ പിന്നെ പറ്റുള്ളൂ കേട്ടോ. ഇന്റർവ്യൂവിന് ഒറ്റയ്ക്കാണ് അറ്റൻഡ് ചെയ്യുക. ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ, അതായത് കളേഴ്സ്, ഷേപ്സ്, മാച്ച് ദ ഫോളോയിങ്, പിന്നെന്തൊക്കെയാ, പിന്നെ ബേസിക് ആയിട്ടുള്ള ഫുഡ് ചോദിച്ചു, ഫേവറേറ്റ് ബിരിയാണി പറഞ്ഞു, അത് പറഞ്ഞു എന്നൊക്കെ പറഞ്ഞു. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങള്. പിന്നെ എന്താണ് ബ്രിങ് ദ നോട്ട് ബുക്ക്, അങ്ങനത്തെ ചെറിയ ബേസിക് കമ്മ്യൂണിക്കേഷൻ ഉണ്ടല്ലോ, അങ്ങനത്തെ ഒക്കെ ടെസ്റ്റ് ചെയ്തു. പിന്നെ നമ്മള് കയറിയിട്ട് നമ്മളടുത്ത് കാര്യങ്ങളൊക്കെ സംസാരിക്കും. അപ്പൊ പറഞ്ഞു ഇവക്ക് എന്താണ് ലാംഗ്വേജ് അവര് പഠിപ്പിക്കും, പക്ഷേങ്കിൽ ഇവക്ക് ഫോണിറ്റിക്സ്, നമ്മളിപ്പം അങ്ങനെ ഇംഗ്ലീഷ് ഒന്നും അല്ലല്ലോ സംസാരിക്കുന്നത്, വീട്ടിലായാലും ഞങ്ങൾ മലയാളം തന്നെയാണ്. അപ്പം ഈ ഫോണിറ്റിക് സൗണ്ടിന്റെ അതൊരു പ്രശ്നമുണ്ട്. അപ്പം പ്രൊണൗൺസിയേഷന്റെ അത് മേക്ക് ചെയ്യാൻ പറഞ്ഞു സ്കൂൾ ഓപ്പൺ ആകുമ്പോഴേക്കും. ബാക്കിയെല്ലാം നല്ല രീതിയിൽ പെർഫോം ചെയ്തു എന്നാ പറഞ്ഞത്. പിന്നെ ഇത്തരം കാര്യങ്ങളൊക്കെ ചോദിച്ചു. ഫേവറേറ്റ് ഫുഡ് ബിരിയാണി എന്ന് അവള് പറഞ്ഞു, ചിക്കൻ ബിരിയാണിയാണ് എന്ന് പറഞ്ഞു എന്നൊക്കെ മാഡം പറഞ്ഞു. അത് കഴിഞ്ഞ് പിന്നെ അവര് രജിസ്ട്രേഷന്റെ അവിടെ ചെന്നപ്പം രജിസ്റ്റർ മാഡം അവര് പറഞ്ഞ് ഓക്കെ സെലക്റ്റഡ് ആണ്. നമ്മള് പിന്നെ ക്ലിനിക്ക്, അവിടെ തന്നെ ക്ലിനിക്ക് ഉണ്ട്, ഡോക്ടർ, നഴ്സ്, ഫെസിലിറ്റി ഒക്കെ ഉണ്ട്. അപ്പം ഇവർക്ക് എന്തെങ്കിലും സിക്കാണോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അവർ ചെക്ക് ചെയ്യും. അപ്പോൾ ഡോക്ടർ കൺസൾട്ടേഷന്റെ ഫോമും അവിടെ കൺസൾട്ടേഷൻ ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ അത് ഓക്കെ ആയി. അപ്പം പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ചെന്നത് പിന്നെ വീണ്ടും രജിസ്റ്റർ തന്നെ വരും. അഡ്മിഷൻ പ്രൊസീജിയർ എല്ലാം കഴിഞ്ഞു. നമ്മൾ പേയ്മെന്റ് എല്ലാം ചെയ്തു കേട്ടോ. ലാസ്റ്റ് വീക്ക് ആയതുകൊണ്ട് തന്നെ ഇന്ന് തന്നെ ബാക്കി അഡ്മിഷനും ബാക്കി പ്രൊസീജിയർ എല്ലാം കഴിഞ്ഞു. ഞങ്ങൾ വീട്ടിലേക്ക് പോരുകയാണ് ചെയ്തത്. അപ്പം ഞങ്ങൾ ഇന്ന് രാവിലെ തന്നെ പോവാണ്. ഇതൂട്ടിൻ്റെ സ്കൂളിലേക്കാണ് പോകുന്നത്. ഇന്ന് ഫസ്റ്റ് ഓറിയന്റേഷൻ ക്ലാസ് ആണ്. സ്കൂൾ തുറക്കാൻ ഇനി 1 വീക്കേ ഉള്ളൂ. അപ്പോൾ ഞങ്ങൾ ആസ് എ പേരൻറ് ഞങ്ങളുടെ ലൈഫിലെ ഞങ്ങളുടെ ആദ്യത്തെ ഒരു ഓറിയന്റേഷൻ ക്ലാസ് ആണ്. അപ്പം ഇന്നിപ്പം ടീച്ചറായിട്ട് ഇൻട്രാക്ഷൻ, അതേപോലത്തെ ക്ലാസ് പരിചയപ്പെടുക, അങ്ങനത്തെ അവരുടെ ടീച്ചിങ് മെത്തേഡ് കാര്യങ്ങളൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യാനാണ് വിളിക്കുന്നത്. അപ്പം ഞങ്ങൾ 2 പേരുണ്ട്, ഞാനും വിവേട്ടനും ഇന്നുണ്ട് ആദ്യമായിട്ടല്ലേ. അപ്പം ഒന്ന് പോയി നോക്കാമെന്ന് വിചാരിച്ചു. പോയി വന്നിട്ട് വിശേഷങ്ങളൊക്കെ പറയാം കേട്ടോ. പറ്റുകയാണെങ്കിൽ അവിടുത്തെ വീഡിയോസ് എടുക്കാൻ ശ്രമിക്കേ. ഓക്കെ. അങ്ങനെ നമ്മൾ പെട്ടെന്ന് തന്നെ അവിടെ എത്തിയിട്ടോ. എത്തിക്കഴിഞ്ഞ് നമ്മൾ പാസ് എല്ലാം എടുത്ത് ഉള്ളിൽ കയറിയതിന് ശേഷം ആദ്യം ഉണ്ടായിരുന്നത് എല്ലാ പേരൻസിനും കൂടി ഒരുമിച്ചുണ്ടായിരുന്ന ഒരു ഇൻട്രാക്റ്റീവ് സെഷൻ ആയിരുന്നു. പ്രിൻസിപ്പൽ മാമും അതേപോലെ തന്നെ കൗൺസിലിംഗ് ടീമും ആയിരുന്നു കേട്ടോ സംസാരിച്ചിരുന്നത്. കുറേ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റി. സ്കൂളിനെ കുറിച്ചും അവരുടെ ഒരു അക്കാദമിക് ഫീച്ചേഴ്സിനെ കുറിച്ചും കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു. അത് കഴിഞ്ഞ് നമുക്ക് പിന്നെ പേഴ്സണൽ ഇൻട്രാക്ഷൻ ആയിരുന്നു വിത്ത് ക്ലാസ് ടീച്ചേഴ്സ് കേട്ടോ. അപ്പോൾ ക്ലാസ് ടീച്ചർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അസിസ്റ്റൻറ്റ് ടീച്ചറുണ്ടാവും, മെയിൻ ടീച്ചറുണ്ടാവും. അപ്പം നമ്മൾ ഓരോ ഡിവിഷൻ അനുസരിച്ച് നമ്മൾ ക്ലാസ്സിലേക്ക് പോവുകയാണ് ചെയ്തത്. പിന്നെ അവിടെ നിന്ന് നമുക്ക് ടീച്ചിങ് മെത്തേഡും അവിടുത്തെ ക്ലാസ്സിൻ്റെ ഒരു മൊത്തത്തിലുള്ള ഒരു സൂം മീറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉള്ള അതിൻ്റെ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞൊക്കെ തന്നു. നമ്മൾ കുറച്ച് നേരം അവിടെ ടീച്ചറായിട്ട് പേഴ്സണലായിട്ട് സംസാരിച്ചു. അത് കഴിഞ്ഞ് നമ്മൾ പെട്ടെന്ന് തന്നെ വീട്ടിലേക്ക് പോന്നു കേട്ടോ. ടോട്ടൽ 2 മണിക്കൂറായിരുന്നു ഇൻട്രാക്റ്റീവ് സെഷൻ ഉണ്ടായിരുന്നത് കേട്ടോ. She was a KG coordinator, and under her leadership we introduced the flexi learning or the personalized learning in KG that was so successful. Our senior students take pride in bringing our little ones. I mean, it's a ഹലോ,
അങ്ങനെ ഞങ്ങൾ പോയി തിരിച്ച് റൂമിലെത്തിയിരിക്കുന്നു. 2 മണിക്കൂർ ഓറിയന്റേഷൻ ക്ലാസ് ആയിരുന്നു അല്ലേ? ഫസ്റ്റ് സെഷൻ പ്രിൻസിപ്പള്, വൈസ് പ്രിൻസിപ്പള്, കൗൺസിലിംഗ് ടീം അങ്ങനത്തെയൊക്കെ. പിന്നെ അത് കഴിഞ്ഞ് ക്ലാസ് ടീച്ചർ സെപ്പറേറ്റ് നമ്മളെ ക്ലാസ് ഡിവിഷൻ അനുസരിച്ച് കൊണ്ടുപോകും. എന്നിട്ട് ഓരോ ക്ലാസ് ഡിവിഷൻ അനുസരിച്ച് ക്ലാസ് ടീച്ചറും അസിസ്റ്റന്റിനെയും പരിചയപ്പെടലും. പിന്നെ കുറച്ച് ഫോമൊക്കെ ഫില്ല് ചെയ്യാണ്ടായിരുന്നു. പിന്നെ എല്ലാം മെയിൽ ത്രൂ ആണെന്നാണ് പറഞ്ഞത്. നമുക്ക് വീക്കെൻഡിലാണ് ഇവർക്ക് സ്റ്റഡി മെറ്റീരിയൽസും കാര്യങ്ങളെല്ലാം അവർ അയക്കുക. അപ്പം എല്ലാം മെയിൽ വഴിയാണ്. അപ്പം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ടീച്ചറായിട്ട് സംസാരിച്ചു. മാമായിട്ട് നല്ല മാമാണ്, മുംബൈക്കാരിയാണ് അല്ലേ, കരീന മാഡം. അങ്ങനെ ഇനിയിപ്പോൾ ബാക്കിയൊക്കെ ഇതൂട്ടിൻ്റെ കയ്യിലാണ്. ഇനി ഫസ്റ്റ് ഡേ നമ്മൾ ഡ്രോപ്പ് ചെയ്യാൻ പോകണം. പാരൻസ് ഫസ്റ്റ് ഡേ നമ്മൾ കൊണ്ടുപോകണം. പിന്നെ തിരിച്ചു വരുമ്പോൾ അവർ സ്കൂൾ ബസ്സിലായിരിക്കും വരിക. ഫസ്റ്റ് ഡേ അവളെ ഡ്രോപ്പ് ചെയ്യാൻ പോകണമെങ്കിൽ. അപ്പോൾ ഇനി ഒരാഴ്ച സമയമുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ഇനി ബുക്ക് പർച്ചേസ് ചെയ്യണം. ബുക്കെല്ലാം സ്കൂളിൽ നിന്ന് കിട്ടി കേട്ടോ, നമ്മൾ മേടിച്ചേക്ക്. യൂണിഫോമും മേടിച്ചു. ഇനി ബാഗ്, ഷൂ അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ മേടിക്കാണ്ട്. അതിന് വേണ്ടിയിട്ട് പോകണം. അത് കഴിഞ്ഞിട്ട് വേണം ഇനി സ്കൂളിലേക്ക് 1 വീക്ക് കൂടി. അപ്പം 10 മണിയാകുമ്പോഴത്തേക്ക് ഞങ്ങൾ തിരിച്ച് റൂമിലെത്തി. ഇവിടെ എല്ലാം ഏർലി മോർണിംഗ് ആട്ടോ കാര്യങ്ങളെല്ലാം നടക്കുക. കാരണം എല്ലാ ഓഫീസ് ഒക്കെ എല്ലാവരും പോകുന്നല്ലേ ഡ്യൂട്ടിക്കൊക്കെ. അതുകൊണ്ട് 8 മണിക്കാണ് നമുക്ക് മീറ്റിംഗ് വെച്ചിരുന്നത്. നമ്മൾ 7:30 ഇവിടുന്ന് പോയി 10 മണിയാകുമ്പോഴത്തേക്ക് റൂമിലെത്തി. അപ്പോൾ ഇത്രയൊക്കെ വിശേഷങ്ങൾ ഈ വീഡിയോയിലുള്ളൂ. അപ്പോൾ ഇനി പുതിയൊരു വീഡിയോയിൽ അടുത്ത സ്കൂളിൽ പോകുന്നതിൻ്റെ ഒരുക്കങ്ങളും കാര്യങ്ങളായിട്ടുള്ള വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതുവരേക്കും എല്ലാവർക്കും ബായ്.